ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജോബ് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് സ്വീപ്പർ, തൂപ്പുകാരൻ്റെ ജോലി. ഇതിലേക്ക് ആവശ്യമായ യോഗ്യതയുള്ള ആൾക്കാരെ ക്ഷണിക്കുന്ന ഒരവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണ് ആ പർട്ടിക്കുലർ ജോബിന് അപ്ലൈ ചെയ്യുന്നത്, അതിൽ നമുക്ക് പ്രത്യേകം നമ്മുടെ താല്പര്യമുള്ള ഒരു കൂട്ടുകാരൻ കൂടി ഈ ക്യൂവിലുണ്ട് എന്നുള്ളതാണ്. ഈ ജോബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൂപ്പുകാരൻ അല്ലെങ്കിൽ ഒരു സ്വീപ്പറിൻ്റേതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ്, SSLC ആണ്. പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ പർട്ടിക്കുലറായി എടുത്തു പറഞ്ഞ ഈ ജോബ് ഓപ്പണിങ്ങിലേക്ക് ക്യൂ നിൽക്കുന്ന പല കൂട്ടുകാരുമുണ്ട്. അതിൽ ഉണ്ട് നമ്മുടെ ഫ്രണ്ട് സന്ദീപ്. സന്ദീപ് എന്നുള്ള പേര്, സന്ദീപ് എന്ന പേരിനോട് എനിക്ക് പ്രത്യേകമായ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടോ അല്ല. മിസ്റ്റർ എ അല്ലെങ്കിൽ മിസ്റ്റർ ബി അല്ലെങ്കിൽ മിസ്റ്റർ സി എന്നാണ് എനിക്ക് കൊടുക്കാൻ താല്പര്യം. പക്ഷേ ആ പേര് കൊടുക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ സന്ദീപ് ഈ ക്യൂവിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എഡ്യൂക്കേഷൻ എന്താണ്? അദ്ദേഹം SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, 90% ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡോക്ടറേറ്റുമുണ്ട്, അതായത് PhD. സോ ഇത്രയൊക്കെ ക്വാളിഫിക്കേഷനുള്ള നമ്മുടെ സുഹൃത്ത് സന്ദീപ് എന്തുകൊണ്ട് സ്വീപ്പറിൻ്റെ അല്ലെങ്കിൽ തൂപ്പുകാരൻ്റെ ജോബിന് അപ്ലൈ ചെയ്യുന്നു? ഈ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഒരു പ്രത്യേക താല്പര്യം. അതായത് എന്തുകൊണ്ട് എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ഈ രീതിയിലുള്ള അവസരത്തിൽ, ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യേക കഥ തന്നെ, ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം പല കൂട്ടുകാരും പറയാറുണ്ട് PhD ഉണ്ട്, പക്ഷേ എന്ത് കാര്യം? ഈവൻ തൂപ്പുകാരൻ്റെ ജോബിന് പോലും ക്യൂ നിൽക്കുന്നതിൽ നമ്മുടെ PhDക്കാരും പോസ്റ്റ് ഗ്രാജുവേഷൻകാരും ബാച്ചിലേഴ്സുമൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ എന്താണ് എഡ്യൂക്കേഷന് സംഭവിച്ചത്? ആരുടെയാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ എഡ്യൂക്കേഷനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന നമ്മൾ ഈ സമയത്ത് എന്താണ് ശരിക്കും ഈ രീതിയിലുള്ള ഒരു തെറ്റായ കാര്യം നടന്നത്, വിച്ച് റിസൾട്ടഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, അത് മനസ്സിലാക്കേണ്ടത് വളരെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സിറ്റുവേഷനാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സന്ദീപിൻ്റെ ചെറുപ്പകാലം കൊണ്ട് തന്നെ. ആ ചെറുപ്പകാലത്ത് അദ്ദേഹം നേരിട്ട അവസ്ഥകൾ, അതായത് അദ്ദേഹം ഒരു നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരൻസ് വിദ്യാഭ്യാസത്തിനും എഡ്യൂക്കേഷനും കൂടുതൽ വാല്യൂ നൽകുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ മോനായ സന്ദീപിന് അവർ കൂടുതൽ, ലാളനയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും പ്രോപ്പറായ ഒരു സിവിലൈസേഷൻ പടുത്തുയർത്താൻ ആവശ്യമായ ഒരു കാര്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 10th 90%, +2 90%-നേക്കാളും കൂടുതൽ. ഡിഗ്രിയുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹം എൻജിനീയറിംഗ് തിരഞ്ഞെടുത്തു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. അതിനുശേഷം PhD ചെയ്യാൻ പോയി. പക്ഷേ ഇതേ അവസ്ഥയിൽ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. പല കൂട്ടുകാരും പകുതിയിൽ വെച്ച് പഠിത്തം നിർത്തേണ്ട അവസരം വരെ വന്നു. അവർ നിർത്തിപ്പോയി. പക്ഷേ ഇദ്ദേഹം പഠിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് സന്ദീപ് എന്നുള്ളത് ഒരു റോൾ മോഡലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നല്ല രീതിയിൽ പഠിക്കുന്ന, നല്ല മാർക്കുള്ള, നല്ല പ്രൊഫൈലുള്ള വ്യക്തി. ആ സമൂഹത്തിന്, ആ നാട്ടിൻപുറത്തിന്, ആ നാട്ടിന് തന്നെ ഒരു അഭിമാനമായിരുന്നു. അതായത് എല്ലാ വിഷയങ്ങളിലും A+ അല്ലെങ്കിൽ 90%-നേക്കാളും കൂടുതൽ മാർക്കുള്ള ഒരാൾ. ആ രീതിയിലുള്ള പല രീതിയിലുള്ള പുരസ്കാരങ്ങളും സമ്മാനങ്ങളും വാരിക്കൂട്ടിയ ആൾ. പല സന്ദർഭങ്ങളിലും ഏകദേശം എല്ലാ പ്രോഗ്രാംസുകളിലും ഇദ്ദേഹത്തെ വരുത്തുകയും, സന്ദീപിനെ വരുത്തുകയും അദ്ദേഹത്തിന് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നൽകാനും നാട്ടുകാർ മറന്നില്ല. സോ എന്തുകൊണ്ടും ആൾക്കാരും കൂട്ടുകാരും ഒക്കെ ഇദ്ദേഹത്തെ കണ്ടത്, സന്ദീപിനെ കണ്ടത് ഒരു റോൾ മോഡലായിട്ടാണ്. സോ ഇദ്ദേഹം എഡ്യൂക്കേഷൻ പുസ്തകം വായിച്ചു, പഠിച്ചു. ഗവൺമെൻറ് കോളേജസിൽ ആണ് പഠിച്ചത് കൊണ്ട് തന്നെ, കാരണം ഫീസ് അവിടെ കുറവാണല്ലോ. അതായത് സന്ദീപിൻ്റെ ഫാമിലി എന്നുള്ളത് വിദ്യാഭ്യാസത്തിന് കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നെങ്കിലും സാമ്പത്തികമായ അത്ര സൗണ്ട് സിറ്റുവേഷനിലായിരുന്നില്ല. സോ ഒബ്വിയസ്ലി ഗവൺമെൻറ് കോളേജസും സ്കൂൾസും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായ ഫീസും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ. സോ ഇദ്ദേഹം പഠിച്ച് ഉയരുകയാണ്. പഠനത്തോടും എഡ്യൂക്കേഷനോടും കൂടുതൽ അർത്ഥം മനസ്സിലാക്കി അദ്ദേഹം പഠിച്ച് വളരുമ്പോൾ ഒരു കാര്യം മറന്നുപോയി. അതായത് എന്തിനാണ് അദ്ദേഹം പഠിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കിയാൽ, പ്രിപ്പയർ ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതം കൈകാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ കാര്യം ടേക്ക് കെയർ ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ച് മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പകുതിയിൽ വെച്ച് പഠിത്തം നിർത്തി വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് തിരിഞ്ഞ സുഹൃത്തുക്കൾ പല കൂട്ടുകാർക്കും വളരെയധികം നിരൂപണങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്നു. അതായത് സന്ദീപിൻ്റെ ആ ലെവലിൽ വളരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. അതായത് അദ്ദേഹത്തെ പോലെ പഠിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കോ ഡിറ്റർമിനേഷനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആൾക്കാരും സന്ദീപിനോട് കമ്പയർ ചെയ്ത് അവരുടെ കൂട്ടുകാരെ വളരെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. ഈ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ കൂട്ടുകാരന് എന്തുകൊണ്ടും ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നേരിടേണ്ടി വന്ന മനസ്സമ്മർദ്ദം അല്ലെങ്കിൽ സമ്മർദ്ദം എന്നുള്ളത് ചെറുതൊന്നുമല്ല. സോ ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടേതായ രീതിയിൽ നീങ്ങുകയും പല രീതിയിലുള്ള ബിസിനസ്സുകളിലും അവർക്ക് അവരുടേതായ കഴിവുകളിലും അവർ വ്യാപൃതരാകുകയാണ് ചെയ്തത്. സോ സന്ദീപ് പഠിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു PhDയിലേക്ക് പോവുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്നുള്ളത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ ആവശ്യമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അതായത് ഒരു കുടുംബത്തെ പുലർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നൽകി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അദ്ദേഹം പഠിച്ചതും അദ്ദേഹം ചെയ്ത പ്രൊജക്ട്സും അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സും ഒക്കെ അദ്ദേഹത്തിൽ നല്ലൊരു ഭാവി കണ്ടു. പക്ഷേ ഒരു കാര്യം തെറ്റിപ്പോയി. അതായത് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം, പ്രോപ്പറായ ഗൈഡൻസ് ഇല്ലാത്ത എഡ്യൂക്കേഷൻ പലപ്പോഴും ദിശയില്ലാത്ത കാറ്റ് പോലെയാണ് അല്ലേ. സോ ഇദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ PhD കിട്ടിയതിന് ശേഷവും ഒരു കാര്യം വളരെ നിഴലിച്ച് കണ്ടിരുന്നു. അതായത് വ്യക്തമായ ഒരു ദിശ, ശരിയായ ഒരു മാർഗം മുന്നോട്ടില്ലായിരുന്നു എന്നുള്ളത്. നമ്മുടെ പല കൂട്ടുകാർക്കും സംഭവിക്കുന്നതും ഇതാണ്. അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ കയ്യിൽ നല്ല ഒരു ജോബില്ല. ജോബുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ള ജോബിലല്ല അവർ ഉള്ളത്. അങ്ങനെ പല കുറ്റപ്പെടുത്തലുകളും കാരണങ്ങളും അവരെ നെഗറ്റീവായ ഫീലിങ്സിലേക്ക് തള്ളി നിൽക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് സന്ദീപിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. സന്ദീപ് പഠിച്ച് PhD നേടി, പക്ഷേ അദ്ദേഹത്തിന് ജോബില്ല. അദ്ദേഹം ജോബിന് അപ്ലൈ ചെയ്യുകയാണ്. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഓവർ ക്വാളിഫൈഡാണ്. അതായത് ഏത് ജോബിൽ അപ്ലൈ ചെയ്താലും ഇദ്ദേഹത്തിൻ്റെ PhD എന്നുള്ളത് അദ്ദേഹത്തിന് കഴിവിനേക്കാളും കൂടുതൽ കഴിവുകേടായി ആൾക്കാർ കാണാൻ തുടങ്ങി. അതായത് അദ്ദേഹം PhD നേടുന്ന സമയത്ത് ഒരിക്കൽ പോലും ധരിച്ചിരിക്കാത്ത, സ്വപ്നത്തിൽ പോലും കണ്ടിരിക്കാത്ത ഒരവസ്ഥയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ മൂലം ജോലി കിട്ടാതിരിക്കുക എന്നുള്ളത്. അതായത് ഏത് ജോബിൽ പോവുകയാണെങ്കിലും അവർ മിനിമം ക്വാളിഫിക്കേഷൻ, മിനിമം എഡ്യൂക്കേഷനാണ് താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരു എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറായ ആൾക്കാർ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാക്സിമം മാസ്റ്റേഴ്സാണ് നോക്കുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് ജോബ് എക്സ്പീരിയൻസ് നോക്കുന്നു. പക്ഷേ നമ്മുടെ സന്ദീപിൻ്റെ കാര്യത്തിൽ ജോബ് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് വളരെ നെഗറ്റീവ് ആട്രിബ്യൂട്ടായിട്ടാണ് എംപ്ലോയേഴ്സ് കാണുന്നത്. സോ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ PhD ചെയ്തത് കൊണ്ട് തന്നെ ഒരു മിനിമം സാലറി അദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് നല്ലൊരു സാലറി, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അത് എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ PhD വഴി അദ്ദേഹം നേടണം. നല്ല ശതമാനം മാർക്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ എന്തുകൊണ്ടും ഇദ്ദേഹത്തിന് ഈ നല്ല ജോബ് നേടുക എന്നുള്ളത് ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ചാലഞ്ച് പോലെയായി. പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ പ്രൈവറ്റ് സെക്ടറിൽ എന്തായാലും കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ജോബിലേക്കാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. പക്ഷേ ഗവൺമെൻറ് ജോബ്സിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, പല ലിസ്റ്റുകളും PSCയും അങ്ങനെ ലിസ്റ്റ് വന്നാൽ ആ രീതിയിലുള്ള ഒരു ജോബ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ആ ജോബിൽ പോയി അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇതുവരെ വന്നു ചേർന്നില്ല. കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പാണ്. ഈ സമയത്ത് ഫാമിലിയിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും, വീട്ടിൽ നിന്നും പ്രഷർ വരാൻ തുടങ്ങി. അതായത് കാശുണ്ടാക്കാനുള്ള പ്രഷർ. സോ എന്തുകൊണ്ടും ഒരു തൂപ്പുകാരൻ്റെ, ഒരു സ്വീപ്പറിൻ്റെ ജോബ് ഓപ്പണിംഗ് വന്നപ്പോൾ ഒരു സമൂഹത്തെ ബോധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കീറാമുട്ടിയായി സന്ദീപിൻ്റെ മുമ്പിൽ വന്നു. സോ അദ്ദേഹം എന്ത് ചെയ്തു? സമയം ഒട്ടും കളയാതെ ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇന്ന് സന്ദീപ് ആ ക്യൂവിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ജോബ് കിട്ടുമോ? അതായത് 10th SSLC മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷനായുള്ള ഈ ജോബിൽ PhD-കാരനായ സന്ദീപിന് ജോലി കിട്ടുമോ? ആ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. ആ ചോദ്യം, ആ സിറ്റുവേഷൻ, ആ പർട്ടിക്കുലർ സെനാരിയോ ആണ് ഇന്ന് പല കൂട്ടുകാരും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് എന്താകാനാണ് എന്നുള്ള ചോദ്യത്തിന് പല ആൾക്കാരും ഒരു എക്സ്പ്ലനേഷനായി കൊടുക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ എഡ്യൂക്കേറ്ററിൽ, അതായത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്, പ്രോപ്പറായ എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ എഡ്യൂക്കേഷൻ മാത്രമല്ല, മറിച്ച് സ്കിൽ ബേസ്ഡ്, അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ ജോബ് ഓറിയൻറ്റഡായ ഒരു കാര്യം കൂടി നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഏകദേശം എല്ലാ എൻജിനീയറിങ്ങും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലും അക്കാഡമിക് ക്വാളിഫിക്കേഷനോടൊപ്പം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൂടി നോക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏത് എൻജിനീയറിംഗ് എടുക്കുകയാണെങ്കിലും ഏത് ഫീൽഡിലാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണോ നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. അതായത് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്. ടെക്സ്റ്റ് ബുക്കുകളും പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടുമുള്ള അറിവ് എന്ന് പറയുന്നത് പകുതിയാണ്, അല്ലെങ്കിൽ പകുതിയിൽ കുറവാണ്. ശരിക്കുള്ള നോളജ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡാണ്. അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ പുറത്തു വന്ന നമ്മുടെ കൂട്ടുകാർക്ക്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഏതൊരു ടീച്ചറിനും ഏതൊരു പഠിപ്പിക്കുന്ന ഗുരുനാഥനും ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ അക്കാഡമിക്കൽ വേണം, പ്ലസ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡും വേണം. എങ്കിലേ അവർക്ക് അവരുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ വളർത്തിയെടുക്കാനും വാർത്തെടുക്കാനും പറ്റും. സോ ഈ രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തിടത്തോളം കാലം സ്വീപ്പർ അല്ലെങ്കിൽ തൂപ്പുകാരൻ്റെ ജോബിലേക്കുള്ള ക്യൂ നീണ്ടു വരും. അതായത് PhD-കാരായ കൂട്ടുകാരും ബാച്ചിലേഴ്സും PG-യുമുള്ള കൂട്ടുകാർ കൊണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഫ്രണ്ട്സ്, മനസ്സിലാക്കുക, എഡ്യൂക്കേഷൻ നേടുക വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ആ എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ, ഏത് രീതിയിലുള്ള ജോബാണ് ചെയ്യേണ്ടത്, അങ്ങനെ പല ചോദ്യങ്ങൾക്കും അർത്ഥം കണ്ടെത്തുക തന്നെ വേണം. ഇന്ന് നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളും ഓൺട്രപ്രണറിയൽ എഫേർട്സിൻ്റെയും കാലമാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺ, അതായത് നിങ്ങൾ ബിസിനസ് ചെയ്ത് അവർക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു അവസ്ഥ എത്തിക്കുക എന്നുള്ളത് ഇന്നും വളരെ കൂടുതൽ കൂട്ടുകാർ നേരിടുന്ന ഒരു ചാലഞ്ചാണ്. സോ ഫ്രണ്ട്സ്, അറിയുക, നമുക്ക് ജീവിതം എന്നുള്ളത് എഡ്യൂക്കേഷന് വേണം, വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, നോളജ് വേണം. പക്ഷേ ഇതൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദമായി നൽകി അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് സമൂഹത്തിൽ ആ രീതിയിലുള്ള ഒരു നിലവാരം, ബെഞ്ച് മാർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഈ സ്റ്റോറിയുടെ, ഈ കഥയുടെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ലെസനാണ്, എന്ത് മോറലാണ് നിങ്ങൾ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കിയത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ സ്റ്റോറി ടെല്ലിംഗ് വേ ഓഫ് എക്സ്പ്ലെയിനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.